എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മലബാർ സ്പെഷ്യലായ കായ്പോളയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 2-3 ഏത്തപ്പഴം, ഒരു 3-4 മുട്ടയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കായ്പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കായ്പോളയ്ക്ക് വേണ്ടിയിട്ട് 3 ഏത്തപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി പഴുത്ത ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കായ്പോള കൂടുതൽ ടേസ്റ്റായിട്ട് വരുന്നത്. പഴം ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ആവശ്യമാണ്. അതും കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അളവ് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1 മിനിറ്റിനുള്ളിൽ തന്നെ കിസ്മിസും റെഡിയാകും. ആ സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഒന്ന് വെന്ത് വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ പാൻ ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ പഴം പെട്ടെന്ന് കുക്കായിട്ട് വരും. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പഴത്തിൽ നിന്ന് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം പാനിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് തുറന്നു വെക്കാം. കുറച്ച് സമയം തുറന്നു വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കിട്ടും. ഇവിടെ ഇപ്പോൾ പഴമൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കായ്പോളയിലേക്ക് വേണ്ടത് 3 മുട്ട, 1 സ്പൂൺ പാൽപ്പൊടി, കുറച്ച് പാല്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര, കുറച്ച് ഏലക്ക, കുറച്ച് ജാതിക്ക. ഇത്രയും സാധനങ്ങളാണ്. ജാതിക്ക സാധാരണയായിട്ട് കായ്പോളയ്ക്ക് ഉപയോഗിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാതിക്ക പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ ഉളുമ്പുമണം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇവിടെ 1 സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ പാൽപ്പൊടിയും കൂടെ പാലിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കായ്പോളയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതുപോലെ പാലും പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ എടുത്തിരിക്കുന്ന 3 മുട്ടയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത ഏത്തപ്പഴമാണ് എടുത്തത്. അതുകൊണ്ടാണ് 3 കോഴിമുട്ട എടുക്കുന്നത്. നല്ല വലിപ്പമുള്ള ഏത്തപ്പഴം 3 എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുക്കണം. മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് പിന്നീട് മധുരം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കുന്നത് പാലിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയാണ്. ഇനി നമുക്ക് 3 ഏലക്ക പൊടിച്ചതും 1 നുള്ള് ജാതിക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാതിക്ക പൊടിച്ചത് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ 1 നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജാതിക്കയുടെ ടേസ്റ്റ് എടുത്തു വരും. കായ്പോളയ്ക്ക് ജാതിക്കയുടെ ടേസ്റ്റ് ഒട്ടും ആവശ്യമില്ല. മുട്ടയുടെ ആ ഒരു മണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പാലും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കായ്പോള ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കായ്പോളയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് ഏത്തപ്പഴത്തിന് ഏകദേശം നികക്ക വേണം മുട്ടയുടെ അളവ്. അതിനനുസരിച്ച് വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കൂടുതൽ മധുരം വേണമെന്ന് തോന്നിയാൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയുടെ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായ്പോള റെഡിയാക്കി എടുക്കേണ്ട ബേക്കിംഗ് ട്രേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ അതേ അളവിൽ ബട്ടർ പേപ്പർ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഇതുപോലെയുള്ള ട്രേയ്ക്കകത്ത് ചെയ്തെടുക്കണമെന്നില്ല. സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കായ്പോള ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ട്രേയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കായ്പോളയുടെ അടിഭാഗം കരിഞ്ഞു പോകുന്ന ആ റിസ്ക് ഒഴിവാക്കാം. ഏത്തപ്പഴത്തിൻ്റെയും മുട്ടയുടെയും കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നികത്തി കൊടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴയ പ്രഷർ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്.
കുക്കറിനുള്ളിൽ ഇതുപോലെ ഒരു തട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കർ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ടൊന്ന് കൈ വെച്ച് നോക്കുമ്പോൾ ആ ചൂട് മനസ്സിലാകും. അതിനുശേഷം ഇതിനകത്തേക്ക് കായ്പോളയുടെ കൂട്ട് ഇറക്കി വെക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് കൊടുക്കണം. പ്രഷർ കുക്കർ അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ഗ്യാസ്കറ്റും വെയിറ്റും മാറ്റണം. അതിനുശേഷം വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കായ്പോള റെഡിയായി വന്നിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് റെഡിയായെന്ന് മനസ്സിലാക്കാം. കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മനസ്സിലാകുന്നില്ലെന്നുള്ളവർക്ക് ഒരു സ്റ്റിക്കോ ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാകും. ആ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കായ്പോള റെഡിയായെന്ന് മനസ്സിലാക്കാം. കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിത് കാണാൻ കുറച്ച് ഭംഗി വരുന്നതിന് വേണ്ടി ഒന്നും കൂടി ഒന്ന് ദോശക്കല്ലിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് എടുക്കുന്നുണ്ട്. ഒരു ദോശക്കല്ലിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ട് 2 സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മലബാർ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റവും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവിലെടുക്കുകയാണെങ്കിൽ ഒരു 4-5 പേർക്കുള്ള ഈവനിങ് സ്നാക്ക് നമുക്ക് കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട.